ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. നാളുകളായി വചനത്തിന്റെ അധികാരത്തിൽ ഇന്ന് രാത്രിയിൽ തലമുറകളെ അധികാരമുള്ള വചനത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവിന്റെ വചനം അധികാരത്തോടുള്ള വചനമാണ്. ആമേൻ. അവര് വിസ്മയിച്ചു എന്നാണ് പറയുന്നത്. വിസ്മയിച്ചു. ആമേൻ. വിസ്മയിച്ചു. എന്നിട്ട് യേശു കർത്താവ് ഈ അശുദ്ധാത്മാവിനെ പുറത്താക്കിയപ്പോൾ ജനം പറയും, ഇവൻ ഇതേത് വചനം പറയുന്നത്? ഇവൻ അധികാരത്തോടെയും ശക്തിയോടെയും ഇതിനെ പുറത്താക്കുന്നല്ലോ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇതേ ദൈവവചനത്തിന്റെ നിവർത്തീകരണമാ അടുത്ത അധ്യായത്തിൽ നടന്നത്. ആമേൻ. സ്തോത്രം. ആമേൻ. ഞാൻ അവിടെ പറഞ്ഞു, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട്, രാത്രി മുഴുവനും ആമേൻ ആമേൻ ഒന്ന് മീനുകളെ ലഭിക്കാൻ വേണ്ടി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ആമേൻ വല്ലാത്ത അവസ്ഥ. അപ്പോൾ അധികാരത്തിന്റെ വചനത്തിന്റെ ശക്തി ആമൻ അവിടെ വെളിപ്പെട്ട് വന്നപ്പോ ആമൻ അവന്റെ അവസ്ഥ. ഇന്ന് രാത്രികൾ ദൈവജനം ഇതിനകത്തുണ്ട്. ഞാൻ നിങ്ങളെ പറയുന്നു, അവൻ ഇത് അധികാരത്തോടെ ചലിക്കാൻ പോകുക. ഇന്ന് വരെ നിന്റെ മുമ്പിൽ മറഞ്ഞു പോയെങ്കിൽ ഇന്ന് രാത്രി അത് രാത്രി കരങ്ങളെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. രക്തത്താലും വചനത്താലും ജയം. ആമേൻ. ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയാണ്. ദൈവവചനത്തിന്റെ പ്രത്യേകത. ആമേൻ. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. ആമേൻ. വചനത്തിന്റെ ശക്തി വെളിപ്പെട്ട് ചെന്നപ്പം ആഴത്തിനകത്ത് ഹൈഡായി കിടന്നതിനെ വെളിപ്പെടാൻ തുടങ്ങി. ആമേൻ. ഇതിനകത്ത് നിങ്ങളോട് ആമേൻ നാളുകളായി കാത്തിരുന്നിട്ടും ചില മറുപടികൾ നിന്റെ മുമ്പിൽ വെളിപ്പെടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആമേൻ വചനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു മുമ്പിൽ ഈ രാത്രി പറ നിന്ന് മറയ അങ്ങടെ വചന ഹല്ലേലൂയ. ഹൈഡായി പോയതിനെ, രാത്രി മുഴുവനും ഇവന്റെ മുമ്പിൽ മാറിപ്പോയതിനെ സൃഷ്ടിതാവ് വന്ന് പറയാൻ തുടങ്ങി. ഇപ്പൊ ഇതിനടങ്ങി ഇതിന് ഒതുങ്ങാൻ പറ്റത്തില്ല, പുറത്തു വരാൻ തുടങ്ങി. എനിക്കറിയാം ദൂത് ഇവിടെ ചിലവരുടെ മേലെ ുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വചനത്തെ ആത്മാവിൽ എന്റെ മേൽ ഇന്ന് രാത്രി ആമേൻ. ആമേൻ. സ്തോത്രം. എനിക്കറിയാം ഇത് സുവിശേഷമൊക്കെ ഉപവാസ പ്രാർത്ഥന അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ കർത്താവ് ആലോചന തന്ന ദൂത് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് രാത്രി ആ ദൈവവചനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവജനം പറയണം, ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ പരാജയമാണ് മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ കേൾക്കുന്ന വചനം പരാജയത്തിൻ്റെ വചനം, വിജയത്തിൻ്റെ വചനം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ തിരിച്ചറിയുന്ന ഞങ്ങളുടെ മുമ്പിൽ ചില മണിക്കൂറുകളായിട്ട് ആളുകളായിട്ട് പറഞ്ഞു ഈ വചനം വിശ്വസിക്കുന്ന കരമുയ മഹത്വം പറ. ആമൻ മറയ ആമൻ നിന്റെ കൺമുമ്പിൽ നിന്ന് മാറി ആമൻ ഇന്ന് വരെ നിന്റെ മുമ്പിൽ വെളിപ്പ് ആമൻ നീ മുമ്പിലോട്ട് ആമൻ നിന്റെ മുമ്പിൽ വെളിപ്പ് ദൈവത്തിന്റെ വചന. ഓ ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ വേണ്ടി നാളുകളായിട്ട് വിടുതലുണ്ട്. ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വചനം ചിലർ ഹൃദയങ്ങളെ ചിലരൊക്കെ പ്രാർത്ഥിച്ച് മടുത്താറുണ്ട്, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്തത്. ആമേൻ.
നേർച്ച കൊടുത്തിട്ട് കിട്ടാത്തത്, ആമേൻ, സകലതും ചെയ്തിട്ട് കിട്ടാത്തത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞാൻ ആത്മാ വിളിച്ചു പറയുന്നു, ഈ വചനത്താൽ ആമേൻ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കരയുന്ന മാതാപിതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ആമേൻ, തലമുറയുടെ ആമേൻ നാശം കണ്ടിട്ട് ഹൃദയത്തിനകത്ത് വേദന പൊങ്ങുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, കൂട്ടുദാസന്റെ ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, കൂടെ നിൽക്കുന്ന ദാസൻ ആമേൻ മദ്യത്തിന് ആമേൻ അടിമ നൽകാതെ ആമേൻ നാളുകളായി മാതാവ് ആരെങ്കിലും രാത്രി അധികാരത്തിന് വെളിപ്പെടുത്തി ആമേൻ ആമേൻ ഇന്ന് ഈ രാത്രി ആമേൻ ആർക്കും തടയാൻ ഇന്ന് രാത്രി ശക്തി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇത് അധികാരത്തിന്റെ വചനമാണ്. ആമേൻ, ആരംഭത്തിൽ പറഞ്ഞത് പരാജയമല്ല, ഇത് ശക്തിയുടെ വചനമാണ്. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ അത് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആമേൻ, സ്തോത്രം. പരാജയത്തിൻ്റെ ആണെങ്കിൽ ആമേൻ ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. ആമേൻ, സ്തോത്രം. ഇത് ജയത്തിൻ്റെ ആയതുകൊണ്ടല്ലേ ഇന്ന് രാത്രിയിൽ ഇതുപോലെ സ്ഥലങ്ങൾ ആമേൻ തേടിപ്പിടിച്ചുകൊണ്ട് ആമേൻ, സ്തോത്രം, ഇതുപോലെ ആമേൻ ശബ്ദ ആമേൻ ഇതുപോലെ സൗണ്ട് സിസ്റ്റം ഒക്കെ കൊണ്ടുപോയി ആമേൻ ഞങ്ങൾ ഉറക്കെ വിളിച്ച് പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം ഇത് ആമേൻ, സ്തോത്രം, അധികാരത്തിൻ്റെ വചനമാണ്, ഞങ്ങൾക്ക് മാറ്റം വരുത്തിയ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദേശത്ത് ആരെങ്കിലും ആമേൻ ഹൃദയത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇവർക്ക് വേറെ പണിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി നിങ്ങളോട് പറയട്ടെ, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ സുവിശേഷമാണെങ്കിൽ, ആമേൻ, ഈ വചനമാണെങ്കിൽ, ആമേൻ, നിങ്ങളുടെ ലൈഫിനെ മാറ്റുവാൻ ആമേൻ ശക്തനായ ഒരു വചനം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ട് വരുന്നു. അവർക്ക് ആമേൻ, ആമേൻ, ഇങ്ങനെ ചിന്തിക്കുന്നവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് ചില കാര്യങ്ങൾ ഒന്ന് പറയുവാൻ കർത്താവിൽ ആമേൻ ആഗ്രഹിക്കുകയാണ്. സുവിശേഷം ആമേൻ ക്രൂശിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ക്രൂശിൻ്റെ വചനമാണ് സുവിശേഷം. ആമേൻ. ചിലവർ അത് അത്ഭുത ആക്കി മാറ്റുന്നുണ്ട്, അത്ഭുതത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ ചില കാലഘട്ടങ്ങളായിട്ട് ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ച് പ്രസംഗങ്ങൾ കുറവാണ്. സ്തോത്രം. ഇപ്പോഴെല്ലാം അത്ഭുതത്തിന് പിന്നാലെയാണ്. ആമേൻ. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് തൊട്ടുവിട്ട് വേഗത്തിൽ ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ക്രൂശിലെ മരണം, അത് ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. രാമൻ പറഞ്ഞാട്ടെ, ക്രൂശിൻ്റെ മരണം, ക്രൂശിലെ മരണം ക്രിസ്തുവിൻ്റെ മഹത്വമാണ്, അല്ലെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ മഹത്വമാണ്. ആമേൻ. സുവിശേഷത്തിൽ ആമേൻ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ക്രൂശിൽ കൂടെയാണ്. രാമൻ പറഞ്ഞാട്ടെ, സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആമേൻ ജനനത്തെക്കുറിച്ചും അത്ഭുതത്തെക്കുറിച്ചുമൊക്കെ ആമേൻ ഒരുപാട് പ്രസംഗങ്ങളാണ് ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം ഡിസംബർ മാസം ആമേൻ ആമേൻ ചില മാസങ്ങളൊക്കെ ആകുമ്പോൾ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരുപാട് മെസ്സേജുകൾ ആമേൻ നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ ആമേൻ ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഇത്രയും നന്നായി ആമേൻ പറയേണ്ട കാര്യമുണ്ടോ? ആമേൻ, സ്തോത്രം. ഒരു ദൈവവചനം ആമേൻ കേൾവിക്കാരായിരിക്കുന്ന, പഠിക്കുന്ന, വിശ്വസിക്കുന്ന നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്? ഇല്ല. ആമേൻ, സ്തോത്രം. അങ്ങനെ ആമേൻ ജനനത്തെക്കുറിച്ച് വലിയ പ്രാധാന്യത ആമേൻ, സ്തോത്രം, ബൈബിളിനകത്ത് പറയുന്നുണ്ടായിരുന്നെങ്കിൽ, ആമേൻ, സ്തോത്രം, ആമേൻ, നമ്മൾ എല്ലാ വർഷവും ജനനത്തെ ആഘോഷിച്ചേനെ. ഞാനൊന്ന് പറഞ്ഞു വിടാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ജനനത്തിന് വലിയ മുൻതൂക്കം കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ, ആമേൻ, നമ്മുടെ പുതിയ നിയമം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷകന്മാരിൽ ആമേൻ 2 സുവിശേഷകന്മാർ ആമേൻ അവൻ്റെ ജനനത്തെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. അവരുടെ പേര് മർക്കോസും ആമേൻ യോഹന്നാനുമാണ്. ഈ 2 സുവിശേഷകന്മാർ, ദൈവദാസന്മാർ, അവർ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ആമേൻ, സ്തോത്രം, ഒരു സന്തോഷം എന്നാന്ന് വെച്ചാൽ ആമേൻ 4 സുവിശേഷകന്മാരും ഏറ്റവും അധികം എഴുതി തീർത്തത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ വചനമാണ്. ആമേൻ. ഈ ക്രൂശിൻ്റെ വചനത്തിന് പ്രത്യേക ആമേൻ പറയാമോ? ആമേൻ, സ്തോത്രം. ജനനത്തെക്കാളിലും ക്രൂശിന് ആമേൻ ജനനത്തിന് അധികം
കൊടുത്തായിരുന്നെങ്കിൽ മർക്കോസും എഴുതിയനെ, പക്ഷേ അതിനെ ഒരുവർ രക്ഷയിലേക്ക് വരണമെങ്കിൽ ജനനത്തെക്കാൾ ഇന്ന് രാത്രിയിൽ ഇവിടെ അവന്റെ ജനനത്തിങ്കൽ അത്ഭുതവരല്ല. ഇന്ന് രാത്രി ദൈവത്തിന് ാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വേഗത്തിൽ പറഞ്ഞു വിടാം. ജനനമല്ല ഇവിടുത്തെ വിഷയം. ഹല്ലേലൂയ. നമുക്കറിയാം, ഡിസംബർ മാസം ഒരു 20-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേന് വിവിധ ഇടങ്ങളിൽ നിന്ന് ആമേൻ ഒരുപാട് ആളുകൾ കരോളിനിറങ്ങും. ആമേൻ. എന്നിട്ട് വന്ന് ഡ്രമ്മും കൊട്ടി പടക്കവും പൊട്ടിച്ചിട്ട് ഏകദേശം ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് യേശു ജനിച്ചു എന്ന് പറഞ്ഞ് ആഘോഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനും കരോളിന് പോയിട്ടുള്ള ആളാണ്. ആമേൻ. അതുകൊണ്ട് എനിക്കും അറിയാം, തുറക്കാത്ത വീടിൻ്റെ മുമ്പിൽ ഞങ്ങൾ പടക്കം പൊട്ടിക്കും. അങ്ങനെ ആയിരുന്നു. ആമേൻ, സ്തോത്രം. സത്യമല്ലേ? ഇവരെല്ലാം അങ്ങനെയുള്ളവരാ. ആമേൻ. നിങ്ങൾ ചിരിക്കുന്ന നിങ്ങളുടെ ഇടയിലും ഉണ്ട് പടക്കം പൊട്ടിച്ചവർ. ആമേൻ. പടക്കം പൊട്ടിച്ചവർ ഇന്ന് സുവിശേഷത്തിൻ്റെ വക്താക്കളാക്കി മാറ്റിയതിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കഴിഞ്ഞ ദിവസം രസകരമായ ഒരു കാര്യം ഞാൻ അറിഞ്ഞത്, ആമേൻ, ഒരു വീട്ടിൽ ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം പീപ്പിരിക്ക പിള്ളേരാ. ആമേൻ, സ്തോത്രം. അവർ നമ്മുടെ എരുമേലിൽ നിന്ന് കിട്ടുന്ന മറ്റേ കൊട്ടുന്ന സാധനമായിട്ട് ഇവരങ്ങോട്ട് ഇറങ്ങുക. ആമേൻ. ഇവരിറങ്ങി ആമേൻ എല്ലാ വീടുകളും കയറും. ദൈവത്തിന് സ്തോത്രം. ഒരു വീട്ടിൽ 2 തവണ പിറ്റേ ദിവസം കയറി. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതാ. ദൈവത്തിന് സ്തോത്രം. അമ്മ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ വന്നതല്ലേ? ഇന്നലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഇന്ന് 2 പേരും കൂടെ പുതിയതായിട്ടുണ്ടെന്ന്. ആമേൻ. അങ്ങനെ ഒരു സന്തോഷം നിറയട്ടെ. ആമേൻ, സ്തോത്ര. ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കൊക്കെ കൂടെയാണ് കരോൾ പോകുന്നത്. ദൈവത്തിന് സ്തോത്ര. എന്നാൽ ആമേൻ, സ്തോത്ര, ജനനത്തെക്കാൾ അപ്പുറമായിട്ട് മരണത്തെ പ്രസ്താവിക്കുന്നതാണ് ആമേൻ ഏറ്റവും നല്ലതെന്ന് ആമേൻ വചനം പറയുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ആമേൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങളോ ജനം പറഞ്ഞാട്ടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ ജനിച്ച് സ്തോത്രം, ഒന്നുകൂടെ പറഞ്ഞ കാലിത്തൊഴുത്തിൽ സ്തോത്രം, വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ കാലിത്തൊഴുത്തിൽ കൊണ്ട് കിടത്തിയ ഒരു ക്രിസ്തുവിനെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ഒരു ക്രിസ്തുവിനെയാണ്. ഇന്ന് രാത്രി ദൈവജനം ആത്മനിയോഗത്തോടെ പറയണം, ആ ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച ആ നല്ല അവസരത്തിനാണ് ഞാൻ ദൈവത്തിന് മഹത്വം പറയുന്നു. ആമേൻ, സ്തോത്രം. അപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ജനം, നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, ആമേൻ, സ്തോത്രം, അത്ഭുതത്തെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അത്ഭുതമൊക്കെ ഇപ്പോൾ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പം ബൈബിൾ കോളേജൊക്കെ പഠിച്ചിട്ട് ഇറങ്ങി വന്നാലും അവരുടെ മുമ്പിൽ ഒരു പദമുണ്ട്, പാസ്റ്റർ എന്നുള്ള പദമൊക്കെ ഇപ്പം മാറി. ഔട്ട് ഓഫ് ഫാഷനായി. പ്രൊഫറ്റ്, റിവൈവലിസ്റ്റ്, ഇങ്ങനെ കുറേ. ഞാൻ ആരും വിധിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. ഇപ്പം ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ആമേൻ, സ്തോത്രം. ആമേൻ. ഒന്ന് ഞാൻ വേഗത്തിൽ പറഞ്ഞിടാം, എല്ലാം പറഞ്ഞ് മുമ്പിൽ സമയമില്ലല്ലോ, പറഞ്ഞ് വേഗത്തിൽ വിടട്ടെ. അപ്പം അത്ഭുതമല്ല ഞങ്ങളെ ഇവിടെ കൊണ്ടു നിർത്തി, അത്ഭുതമുണ്ട്. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നത് യേശു അത്ഭുതം ചെയ്യുന്നവനാണ്. അത്ഭുതത്തിൻ്റെ സാക്ഷിയാണ് ആമേൻ, സ്തോത്രം, അല്പം മുമ്പ് കേട്ടത്. പക്ഷേ ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന ക്രൂശിൻ്റെ വചനമാണ്. ആമേൻ. എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത ഇങ്ങനെയാണ്. ആമേൻ, സ്തോത്രം. ആമേൻ. ഈ അത്ഭുതങ്ങൾ, ഇപ്പോൾ ഒരു പാട്ടുണ്ട്, അത്ഭുതങ്ങൾ സാധാരണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പം അത്ഭുതമല്ല ഞങ്ങളുടെ കൊണ്ടത് ക്രൂശിൻ്റെ വചനമാണ്. കാര്യം ആമേൻ, അത്ഭുതം യേശു മാത്രമല്ല ചെയ്തത്, ഭക്തന്മാരും ചെയ്തതാണ്. ആമേൻ. യേശു മാത്രമല്ല മരിച്ചവരെ ഉയർത്തിയത്, ഏലിയാവ് മുതൽ ഇങ്ങോട്ട് ഭക്തന്മാരും മരിച്ചവരെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം വ്യത്യാസമായി ആമേൻ ഒരുവൻ മാത്രമുള്ളൂ ആമേൻ കാൽവറി ക്രൂശിൽ കയറിയതും ആമേൻ, സ്തോത്രം, മരിച്ച് അടക്കപ്പെട്ടുക മാത്രമല്ല 6000 ഭാരമുള്ള കല്ലിനെ ഭേദിച്ച് ആമേൻ, സ്തോത്രം, ഒന്നുകൂടെ പറഞ്ഞാൽ 16 പടയാളികൾ 30 മണിക്കൂർ കാവൽ നിന്നിട്ട് എല്ലാം ഉയർത്തെഴുന്നേറ്റ് മാത്രം യേശു മാത്രമാണ്. അത്ഭുതം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ പാപത്തെ ഒരുവൻ മാത്രമുള്ളൂ. ഒന്നും കൂടെ പറഞ്ഞാൽ സകല മാത്രം ഞങ്ങളുടെ സർവശക്തനായ യേശു
കരം ഉയർത്തിയ നല്ലൊരു ഹല്ലേലൂയ പാടിക്കാട്ടെ. ആമേൻ. വചനം ഇന്ന് രാത്രി ഈ ദേശമാണ് അത്ഭുതം ദൈവം അത് ചെയ്യും നിശ്ചയമായിട്ട്. വചനം എവിടെയുണ്ടോ അത് ദൈവജനമായിരിക്കും നമുക്ക് അത് ദൈവശക്തിയെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പം ക്രൂശിൻ്റെ വചനം ഇത് രാത്രിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് വേഗത്തിൽ വിടാം. ആമേൻ. ഈ ക്രൂശീകരണത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്ന കാർത്തേജുകാർ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന്, അവിടുന്ന് ബൈസക്കിയ, അവിടുന്ന് പിന്നെ പേർഷ്യ, ആമേൻ, ഇങ്ങനെ ഓരോ ഭരണങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി. ആമേൻ. പേർഷ്യൻ ഭരണകൂടത്തിൻ്റെ ആ ഭരണാധികാരി ആ സമയത്താണ് ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ മോർദെഖായിരിക്കുന്ന ദൈവമനുഷ്യനെ തൂക്കിക്കൊല്ലുവാൻ കഴുകുമരം ഒക്കെ ഒരുക്കിയത്. അത് വിശുദ്ധ ബൈബിളിലുണ്ട്. അപ്പോൾ പേർഷ്യൽ അങ്ങനെ തുടങ്ങി ആണ് റോമിലേക്കൊക്കെ വന്നത്. അതുവരെ റോമിലൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, പേർഷ്യക്കാർ ആമൻ ക്രൂശിക്കപ്പെടുന്ന ഒരുവനെ ആമൻ ആ ശരീരം അല്ലെങ്കിൽ മരണപ്പെടുന്ന ആ ശരീരത്തെ ഭൂമി വെക്കത്തില്ല. കാര്യം ക്രൂശിക്കപ്പെട്ട് മരിച്ചവൻ്റെ ശരീരം അത് ശാപമുള്ള ശരീരമാണ്. അത് മണ്ണിലാഴ്ത്തുവാൻ അവർ സമ്മതിക്കത്തില്ല. കാര്യം അവരുടെ ഭൂമി ശപിച്ചു പോകും, അല്ലെങ്കിൽ അവൻ ശാപമായി തീരുമെന്നുള്ള ചിന്തയോടെ അവർ ആമൻ ക്രൂശിക്കപ്പെട്ടവനെ ആമൻ ക്രൂശിൽ തന്നെ കിടത്തും. അത് കുറേ നാളുകളൊക്കെ കഴിയുമ്പോൾ ആമൻ കഴുകന്മാരൊക്കെ വന്ന് കൊത്തി മാംസത്തെ പറിച്ചെടുത്തതിന് ശേഷമായിട്ട് വീഴുമ്പോൾ കുറുനരികളും ചെന്നായ്ക്കളും ഒക്കെ വന്ന് അസ്ഥികളെ എടുത്തുകൊണ്ട് പോകും. ഇതാണ് ക്രൂശിലെ പ്രത്യേകത. കാര്യം ക്രൂശിൽ കയറിയവരെല്ലാം ശപിക്കപ്പെട്ടവരാണ്. ആമേൻ. അങ്ങനെ ഉള്ളവരുടെ ബോഡി പോലും ഭൂമിക്ക് കൊടുക്കാത്ത ഒരു നീചമായൊരു വധശിക്ഷയാണ് ക്രൂശീകരണം. അവൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ ആമൻ സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. ക്രൂശീകരണം, വധശിക്ഷ വളരെ വേദനജനകമാണ്. അത് ഏറ്റവും ക്രൂരമായ ഒന്നാണ്, നീചമായ ഒന്നാണ്. ആമൻ സ്തോത്രം. ആ ക്രൂശിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കയറിയത്. ആമേൻ. ഞാൻ ഈ വേഗത്തിൽ പറഞ്ഞു വരാം. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പല വിധത്തിലുള്ള ക്രൂശ്, ഇതൊക്കെ പറഞ്ഞ് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ആ ഭാഗമൊക്കെ വിടുകയാണ്. ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു കയറിയ കാര്യം നമുക്കറിയാം. എന്നാൽ ഈ കയറിയ സമയത്ത് നമുക്ക് വേണ്ടി, സകല മനുഷ്യർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ദൈവം അവിടെ വെളിപ്പെടുത്തി തന്നു. പ്രത്യേകമായി 4 കാര്യങ്ങൾ ക്രൂശിൽ ദൈവം നമുക്ക് നൽകി. ഒന്ന് വായിക്കാമോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ തന്നോട് നിരപ്പിപ്പാനും പിതാവായ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പിതാവുമായിട്ടൊരു നിരപ്പ് ഈ ക്രൂശിലെ മരണം കൊണ്ട് നമുക്ക് സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴാണ് ദൈവവുമായിട്ട് ജനം അകന്നുപോയത്? നമുക്ക് ഒന്നാം മനുഷ്യനായിരിക്കുന്ന ആദാം മുഖാന്തരം പാപം കയറി വന്നു. ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ നടുവിൽ പാപം വെളിപ്പെട്ട് വന്നു. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ പാപം ദൈവവുമായിട്ട് മനുഷ്യനെ അകറ്റിക്കളഞ്ഞു. എന്നാൽ യേശു വെളിപ്പെട്ട് വന്നപ്പോൾ ദൈവത്തോടുള്ള ഒന്നുകൂടെ ഒരു വശമാക്കി, ഒന്നുകൂടെ പറഞ്ഞാൽ രീതിയിലാക്കി മാറ്റിയ അത് ക്രൂശിലെ സ്നേഹമാണ്. ഒരാമൻ പറയാമോ? ഇന്ന് പകൽ ഈ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു ദൈവത്തോട് സന്തോഷമുണ്ട്. ദൈവത്തോട്
വേഗം ഇറങ്ങി വന്നതിനായി എത്ര പറയാൻ പറ്റും? ദൈവത്തിന് നല്ലൊരു മഹത്വം പറഞ്ഞാട്ടെ. ആമേൻ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ? ദൈവത്തോട് നിരപ്പിച്ചു. ഹല്ലേലൂയ. അകന്നുപോയ ജനത്തെ, ആമേൻ, സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ പല യാഗങ്ങൾ അർപ്പിച്ചിട്ടും നേർച്ചകൾ കൊടുത്തിട്ടും പാപത്തിന് പരിഹാരം വരാതെ ദൈവവുമായിട്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് അടുക്കാൻ കഴിയാതെ നിന്ന ആ ജനത്തെ അവനോട് നിരപ്പിക്കാൻ വേണ്ടി അവൻ ക്രൂശിൽ കയറി. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. ഇന്ന് ആ കൃപാസനത്തോട് അടുത്ത് ചെന്ന് ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും ഒരവസരം ഈ ഭൂമിയിൽ എനിക്ക് ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം പറയാൻ പറ്റുമോ? ക്രൂശിൽ ചൊരിഞ്ഞ രക്തം അത് നമുക്ക് സമാധാനം ഉണ്ടാക്കി ദൈവം സ്വതന്ത്രമായിട്ട് നിരപ്പ കാരണമായി തീർന്നു. ഇതാണ് ക്രൂശിൻ്റെ വചനം. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ഞങ്ങൾ ദൈവമായിട്ട് അകന്നു പോകുന്നവരല്ല, ദൈവമായിട്ട് ചേർന്ന് പോകുന്നവരാണ്. ആമേൻ. ദൈവമായിട്ട് അകന്നു മാറില്ല, ദൈവത്തോട് അധികം ആ ക്രൂശിലെ സ്നേഹം ഇറങ്ങി വന്നതിനായി ഞാൻ ദൈവത്തിന് മഹത്വം പറയുന്നു. ഇതൊന്നും ആമേൻ ഒരു പ്രത്യേകതയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, ആമേൻ. എല്ലാം പറഞ്ഞു നിർത്തുവാൻ സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. അടുത്തൊരു വാക്യം കൂടെ വായിക്കാമോ? 2-ാമത്തെ അധ്യായം. ഒത്തിരി വിവരിച്ച് പറയാം, ഞാൻ അതൊക്കെ വിടുന്നു. 2-ാമത്തെ അധ്യായം, അതേ അധ്യായം, 2-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആമേൻ. സ്തോത്രം. അപ്പൊ വിരോധമായ കൈയെഴുത്തിനെ വായിച്ചു കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇത് പറഞ്ഞു വരുമ്പോൾ ഇതിനകത്ത് കുറേ വ്യാഖ്യാനത്തിന് ഒത്തിരി കാര്യങ്ങളുണ്ട്, വ്യാഖ്യാനിക്കുക. എങ്കിൽ അതിനകത്തൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ് കിടക്കുന്നത്: ന്യായപ്രമാണത്തെ ക്യാൻസൽ ചെയ്തു. എങ്ങനെ? ഒന്ന് പറയാം. ന്യായപ്രമാണത്തെ ക്യാൻസൽ ചെയ്തു. അവൻ ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടത്തിൽ ആമേൻ, സ്തോത്ര, ദൈവജനം ആമേൻ ആ ഒരു സാന്നിധ്യം, ദൈവമായിട്ടുള്ള സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞത് സമാഗമന കൂടാരത്തിലാണ്. നിങ്ങൾക്കറിയാലോ സമാഗമന കൂടാരം. അതിനകത്തെ ആമേൻ ഉപകരണങ്ങൾ, കാര്യങ്ങളൊക്കെ ആമേൻ വിശ്വാസികൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ കാലഘട്ടത്തിൽ അവർ യാത്ര പുറപ്പെടുമ്പോൾ ഇവരുടെ കൂടെ സമാഗമന കൂടാരമുണ്ട്, നമുക്കറിയാം. ആമേൻ. ആമേൻ, സ്തോത്രം. എന്നാൽ ഞാനത് മുഴുവനായിട്ട് വിവരിക്കുന്നില്ലെങ്കിലും നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ വചനത്തെ ഒന്ന് പറയുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അന്ന് ക്രൂശി വെച്ച് ഇത് ക്യാൻസൽ ആക്കിയത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ ഒരു അവസരം ദൈവം തന്നത്. ആമേൻ, സ്തോത്രം. ഒന്നുകൂടെ പറയാം, വ്യക്തമാക്കി പറഞ്ഞാൽ, ഈ ശുശ്രൂഷകൾ ചെയ്യേണ്ടത് ആമേൻ ലേവി ഗോത്രക്കാരനാണ്. എന്നുള്ള പറഞ്ഞ അഹരോൻ്റെ ഗോത്രത്തിൽ, അല്ലെങ്കിൽ ലേവി ഗോത്രം. ആമേൻ. ആ ഒരു സിസ്റ്റം ഇന്നുണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ഒരു സമാഗമന കൂടാരം ഉണ്ടാകണമെങ്കിൽ ആമേൻ യഹൂദനെ വിസ കൊടുത്ത് ഇവിടെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. കാര്യം നമുക്കിതൊരു ശുശ്രൂഷ ചെയ്യാൻ അതോറിറ്റി ഇല്ല, അധികാരമില്ല. ഇത് എപ്പോൾ ക്യാൻസലായോ അപ്പോൾ മുതൽ നമുക്ക് അടുത്ത് ചെല്ലുവാൻ ഈ ക്രൂശിലെ മരണം കൊണ്ട് സംഭവിച്ചു. ഹല്ലേലൂയ. നല്ലൊരു സന്തോഷത്തോടെ ആമേൻ ദൈവത്തിന് മഹത്വം പറഞ്ഞിട്ട് പറ, കർത്താവേ, ഞങ്ങൾക്കടുത്ത് വരുവാൻ, അവൻ അടുത്ത് വന്ന് അങ്ങയോടൊന്ന് അപേക്ഷിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ അവസരം ഞാൻ ദൈവത്തിന് മഹത്വം പറയുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആമേൻ. നമ്മളിവിടെ ഉള്ള സഭകളൊക്കെ വിചാരിച്ചാൽ പോലും അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഉള്ള ഉപകരണങ്ങളൊക്കെ സ്വർണം കൊണ്ട് ഉള്ള ആമേൻ ഉപകരണങ്ങളൊക്കെയാണ്. കവരവിളക്കൊക്കെ ആമേൻ, സ്തോത്രം. നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ അവസ്ഥയാണെങ്കിൽ കവര ഒന്നും കാണത്തില്ല, നടുക്കത്തെ സാധനം മാത്രമേ കാണത്തുള്ളൂ. അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ വിശ്വാസികളുടെ ഇടയ്ക്ക് നിൽക്കുന്നത്. ആമേൻ. ഇതൊക്കെ വേണമെങ്കിൽ കോടികൾ വേണം, കോടികൾ. ആമേൻ, സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മുടെയൊക്കെ അവസ്ഥ നമുക്കല്ലേ അറിയത്തുള്ളൂ എവിടെയുള്ളവരാന്നൊക്കെ.
ഹല്ലേലൂയ. എങ്ങനെ കിടന്നതാണെന്നും എങ്ങനെ ഇരുന്നതെന്നൊക്കെ നമുക്കറിയാം. ആമേൻ. വിദ്യാഭ്യാസം കുറഞ്ഞ, സൗന്ദര്യം കുറഞ്ഞ, ആമേൻ ഒന്നുമില്ലാത്ത, പറയത്തക്ക വിധത്തിലുള്ള കുലമഹിമ പറയാനില്ലാത്ത എനിക്കും നിങ്ങൾക്കും ആ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ ഒരവസരം ില്ലേ? ആമൻ. അത് ക്രൂശ് കാരണമാണ്. എൻ്റെ ഈ ദേശത്തോടും ആത്മനിയോഗത്തോടും ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഏത് സാഹചര്യത്തിലുള്ളവരായിരുന്നാലും സ്വതന്ത്ര അതൊന്നും നിങ്ങൾക്കില്ല. സ്തോത്രം. ക്രൂശിലേക്ക് അടുത്തു വാ. അത് സ്തോത്രം ദൈവവുമായിട്ട് ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ടെ. അതിന്റെ വാക്യം 15-ാമത്തെ വാക്യം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാണ്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഇപ്പൊ ക്രൂശിൽ അടുത്ത് നടന്നത് വാഴ്ചകളുടെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അപ്പം നിങ്ങൾ കേൾക്കണ, ക്രൂശ് പരാജയത്തിന്റെ അല്ല. അവൻ വെളിപ്പാടി നിന്നുകൊണ്ട് ഭക്തൻ പറഞ്ഞത് ജയോത്സവം കൊണ്ടാടുക. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവൻ ഒന്നുകൂടെ പറഞ്ഞാൽ ചില വാഴ്ചകളെ, അധികാരത്തിന്റെ സകലത്തിന്റെ ആയുധങ്ങളെ അവൻ കാൽവരിയിൽ ദൈവം ഇല്ലാതാക്കി കളഞ്ഞു. ഇന്ന് രാത്രിയിൽ ഒരു കൂട്ടം സ്തോത്രം സകല വാഴ്ചകളെയും അതിന്റെ അധികാരത്തിൽ മുമ്പിൽ ആയുധം ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിന് മഹത്വം പറയുകയാണ്. ആമേൻ. സ്തോത്രം. എന്നിരുന്നാലും ഇതൊക്കെ പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണെങ്കിലും ആമേൻ, ഒരു ഭൂതവിളങ്ങിയാൽ പേടിയുള്ളവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം ഇതാണ്. ആരാധനയ്ക്ക് വന്നിട്ട് പാട്ടൊക്കെ പാടുമ്പോൾ ആരാധിക്കാത്ത ചിലർ ഭൂതവിളങ്ങും ഭയങ്കര അന്യഭാഷയായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ല? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആമേൻ. അതുവരെ ആരാധിക്കാത്തവർ ഭൂതം ഇളകുന്ന കാണുമ്പോൾ ഭയങ്കര അന്യഭാഷ ആരാധനയായിരിക്കും. ആമേൻ. ആയുധവർഗം വെപ്പിച്ചെന്ന് പറഞ്ഞിട്ടും പേടിയുള്ളതാണ്. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ അവൻ്റെ ശക്തിയെ, അവൻ്റെ ആയുധം ഇന്ന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അത് ക്രൂശിൻ്റെ ചുവട്ടിൽ ദൈവം ഇല്ലാതാക്കി കളഞ്ഞതാ. ഇന്ന് രാത്രി നിയോഗത്തോടെ ദൈവജനം വിളിച്ചു പറ, അവൻ്റെ ശക്തിയെ തകർത്ത ആ സാന്നിധ്യം ഇന്ന് രാത്രി. ആമേൻ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ മറ്റൊരു കാര്യം കൂടെ പറയാം. പത്രോസ് ലേഖനം എഴുതുമ്പോൾ 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഒരു സന്തോഷത്തോടെ ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ടെ. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ അവൻ്റെ അടിപ്പിണരാൽ ഇന്ന് നമുക്ക് സകലത്തിനും ണ്ട്. ഇന്ന് രാത്രിയിൽ ദേശമേ ആരാലും വിടുവിക്കപ്പെടാത്ത ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഏത് രോഗത്തെയും ഏത് സാഹചര്യം അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളത് ഇന്ന് രാത്രി ഞങ്ങളുടെ ലൈഫിനെ മാറ്റി എന്ന് നിങ്ങളുടെ മേൽ ചലിക്കാൻ പോകുക. ആമേൻ. സ്തോത്രം. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ക്രൂശിൻ്റെ വചന മുഖാന്തരം നിങ്ങൾ കേൾക്കണം, അത്ഭുതത്തെക്കാൾ അപ്പുറമായി, ജനനത്തെക്കാൾ അപ്പുറമായി ക്രൂശിൻ്റെ വചനം ഞങ്ങളിവിടെ പ്രസ്താവിക്കുന്നതിൻ്റെ കാര്യം, ഈ ക്രൂശിൻ്റെ വചനത്തിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ആമൻ. പാപത്തിൻ്റെ അകത്ത് വീണുപോയ, പാപത്തിൻ്റെ അഴുക്ക് ചാലി കിടന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ മുമ്പിലുണ്ട്. എല്ലാവർക്കും തലവേദനയായി മാറിയ ഒരു കാലഘട്ടം ഞങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇപ്പം ഈ സുവിശേഷത്തിൻ്റെ വക്താക്കളായി മാറ്റിയത് അത്ഭുതമല്ല, കാൽവരി ചൊരിഞ്ഞ രക്തമാണ്. എന്നാൽ ഈ ദേശത്തോടെ വിളിച്ച് ഞങ്ങൾ പറയുന്നു, ആ കാൽവരിയുടെ തണലിലേക്ക് നിങ്ങൾ കടന്നു വാ. നിങ്ങൾ രോഗികളാണോ? കടന്നു വാ. സ്തോത്രം. ഏതവസ്ഥയ്ക്കകത്ത് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ട് വിശ്വസിക്കുന്ന ജനം ഒരിക്കലും
മഹത്വം പറഞ്ഞാട്ടെ. ഈ രാത്രി വെളിപ്പ് ക്രൂശ് അത് ദൈവശക്തിയായി വ്യാപരിക്കട്ടെ. അല്പനേരം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ തരങ്ങളെ തുറന്നാട്ടെ. ഹല്ലേലൂയ. എല്ലാ തരങ്ങളെ തുറന്നാട്ടെ. ഇന്ന് രാത്രി ക്രൂശ് അത് ശക്തിയായി പുറപ്പെട്ടു വരാൻ പോകുകയാണ്. ആമേൻ. എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്തത് പറഞ്ഞത്. ഇന്ന് രാത്രി ദൈവം ആമേൻ നിങ്ങളുടെ മേൽ ചലിക്കുന്ന ആമേൻ വിടുതൽ ആമേൻ ഈ ദേശത്ത് ആമേൻ പറ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ ആമേൻ നിങ്ങളുടെ വിഷയം ഏതമായി മാറ്റി ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളുടെ അവസ്ഥ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ആമേൻ നിരാശ എന്തുമായിക്കോട്ടെ, ഇന്ന് രാത്രിയിൽ നൽകുന്ന അവന്റെ ആരും അവനുമായിട്ട് അവന്റെ ഇന്ന് രാത്രിയിലെ ഇവിടെ ഇറങ്ങി വരുന്നു. ഇന്ന് രാത്രി വരുന്നു. ആരാലും രാത്രി അവന്റെ നാമത്തിൽ അവൻ വിടുവിക്കപ്പെട്ട ജനം മൗനമായിട്ട് ഇന്ന് രാത്രി ശക്തിയുടെ ഈ വചനം ചലിക്കാൻ പോകുകയാ. അവൻ ചില അവൻ ആരാലും അത് ദൈവ ഞാൻ തലമുറകളെ അവനെ വരുന്നു. ആമേൻ. സ്തോത്രം. ദൈവം അറിയാത്ത ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടോ? വിശ്വസിക്കുന്നവരുണ്ടോ? ഇന്ന് ആ ക്രൂശിന്റെ ആമേൻ സാന്നിധ്യം എന്റെ സകല രോഗത്തെ മാറ്റുന്ന ആമേൻ സ്തോത്രം, സകല ആമേൻ സ്തോത്രം എല്ലാ മേഖലകളെ മാറ്റി നൽകുന്ന ആമേൻ എന്നോട് ആമേൻ ദേശത്തിന് മേലെ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. അല്പനേരം എല്ലാവരും പ്രാർത്ഥിച്ച അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അവ ദൈവദാസന്മാരെല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം ആമേൻ ഈ എവിടെ ഇറങ്ങി നിന്നിട്ടുണ്ടോ അവിടെ ക്രൂശിന്റെ വചനം എവിടെ ഇറങ്ങി നിന്നിട്ടുണ്ടോ അവിടെ അവസ്ഥ ക്രൂശ് ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെ ഹല്ലേലൂയ. ഈ രാത്രിയിൽ മേഖലയുടെ അഴിയുന്നു. ഇന്ന് രാത്രിയിൽ തലമുറകളെ ശക്തമായി ഫോക്കസ് ചെയ്തിരിക്കുന്ന മേഖലകൾ ഇന്ന് രാത്രി ആരാധനകൾ മാറാൻ പോകുകയാണ്. മാതാക്കൾ പ്രാർത്ഥിച്ചേ, പിതാക്കന്മാർ പ്രാർത്ഥിച്ചേ. ഈ ദേശത്തിന്മേൽ ചില യൗവനക്കാരെ ദൈവം എഴുന്നേൽപ്പ്. എല്ലാ തരങ്ങളെ തുറക്കുക. രാത്രി നടക്കട്ടെ. മാറി ആമേ ഈ ദേശത്തിന് വെളി ആത്മാവിൽ ശക്തിയാൽ വിടുതലുകൾ സംഭവിക്കട്ടെ. അസമാധാനത്തെ വെളി ചില ആമേ സ്തോത്രം ഒന്നുകൂടെ പറയുന്നു. അതല്ല വേദനയാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ. രഥതാൽ ജയം. മൈക്കെടുത്ത് ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേ. ആമേൻ. എനിക്കൊരു വചനത്തിന്റെ തല ഇങ്ങനെ കയറി വരുന്നു. ഗദരദേശത്ത്
അശ്വത്ഥാത്മാവ് ബാധിച്ച ഒരുവൻ, ലഗ്യോൻ ബാധിച്ച ഒരുവൻ, ആമേൻ, ഒരു മകൻ. സ്തോത്രം. യേശു കടലിൻ്റെ അരികിൽ അല്ലെങ്കിൽ പടകിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഈ ആത്മാവ് ബാധിച്ചവൻ യേശുവിനെ എതിരേറ്റു വരുന്നത് കാണാം. നിങ്ങളത് വായിച്ചിട്ടുണ്ട്, നിങ്ങൾ കേൾക്കണം. ആ ലഗ്യോനെ കുറിച്ച് അവിടെ ആണ് ആരാക്കാൻ കഴിയാത്തത്. ഒന്നുകൂടെ, ചങ്ങലകളാൽ ബന്ധിച്ചാലും അതിന് ഉരുമി അലറിക്കൊണ്ട് അവൻ്റെ കല്ലറയിലാന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ, ഇങ്ങനെ ആത്മാ ബാധിച്ച ഒരുവൻ യേശു ഇറങ്ങി വരുമ്പോൾ എതിരെ എന്നിട്ട് യേശു ഒരു കാര്യമുണ്ട്, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ണി വന്നുപോ. അതിൻ്റെ അർത്ഥം ഈ തലങ്ങൾക്ക് ഇതിനൊരു സമയമായിരുന്നു. ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ആമൻ ആമൻ, ഇതുപോലെ ചില യൗവനക്കാരെ തകർത്ത് കളയാൻ അവൻ പൈശാച തന്ത്ര അവന്റെ അജണ്ടയുണ്ടെന്ന്. എന്നാൽ ഇന്ന് രാത്രിയിൽ അവന്റെ അവൻ ഇന്ന് രാത്രി ഹല്ലേലൂയ, സമയത്ത് നശിപ്പിച്ച് കളയാൻ നോക്കുന്ന, ഹല്ലേലൂയ. ദേശമേ ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശു നിങ്ങളുടെ അവസ്ഥ വരുവാൻ അവന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ യോഗത്തിലേക്ക് വരുവാൻ മടിയാണെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട്, കർത്താവേ എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തണമെന്ന് പ്രാർത്ഥിപ്പാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇന്ന് രാത്രി ണ്ട് ഈ ദേശത്ത് നോക്കിക്കൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ചില തന്ത്രങ്ങളുടെ സ്തോത്രം എല്ലാ കണക്ക് ഇന്ന് രാത്രിയിൽ നശിപ്പിക്കുന്നു. ഇന്ന് രാത്രി തല വേണ്ടി ഇന്ന് രാത്രി നിങ്ങളോട് ഈ സന്ദേശം പറയുന്നു, യേശു അവൻ നിന്റെ ഇന്ന് രാത്രിയിൽ വന്നിട്ടുണ്ട്. ഈ വചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിക്കാമോ? ഞങ്ങൾ എവിടെയും വിളിച്ചു പറയുന്ന ആ വാക്യം ഇന്ന് രാത്രിയിൽ പറയുവാൻ ഞാൻ കർത്താവിൽ മറ്റൊരു ആകാശ മനുഷ്യ നൽകപ്പെടും. അത് ഞങ്ങൾ ഉയർത്തുന്ന യേശു നാമമാണ്. അതുകൊണ്ട് അടുത്ത് വന്നാട്ടെ, ഈ ക്രൂശിലേക്ക് അടുത്ത് വന്നാട്ടെ, നിങ്ങളുടെ ഏതവസ്ഥകൾക്കും വ്യത്യാസം വരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എല്ലാവരും ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. മാറാത്തവനായ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ.
കരുണ എത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ തന്റെ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ ലംഘനങ്ങളും കൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ ലംഘനങ്ങളും കൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ ആ എത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ സർവ്വസ്തുതികളും ഒന്നായി പുകഴ്ത്തിടും ക്രിസ്തുവിനെ സ്തുതിക്കും ഞാൻ സർവ്വസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന ക്രിസ്തുവിനെ സ്തുതിക്കും ഞാൻ ഈശോനിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നു നാഥനേ ഈശോനിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ ആ എത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ ആ എത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ ീലെനിക്കു സഹായകനും രാക്കാലഗീതവുമാവേ ീലെനിക്കു സഹായകനും രാക്കാലഗീതവുമാവേ നല്ല വൈദ്യനും ആത്മസഖിയും തന്നെ നല്ല ആത്മസഖിയും യേശു മാറാത്തവൻ ആ എത്ര നല്ലവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു എന്നും ചെയ്യുന്ന യേശു ഞാനും പ്രാപിപ്പാൻ ചെയ്യുന്ന അവകാശം ഞാനും പ്രാപിപ്പാൻ സന്നിധിയിൽ ദിവ്യാത്മാവാ ശക്തീകരിച്ച് സന്നിധിയിൽ യേശു മാറാത്തവൻ 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 ആ എത്ര നല്ലവൻ എന്നുമെന്നും പാടിടുവാനായി ശ്രേഷ്ഠോപദേശവും തന്നു വിളിച്ചു തന്നെ ശ്രേഷ്ഠോപദേശം ആ എന്തൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കും നീ കൊണ്ടുള്ള തുള്ളു ആ എന്തൊരത്ഭുതം നീ കൊണ്ടുള്ള തുള്ളും യേശുമാറാത്തവൻ ആ എത്ര നല്ല യേശുമാറാത്തവൻ യേശുമാറാത്തവൻ ആ എത്ര എന്നുമെന്നും കൂടെയുള്ളവേ വാദികൾ തല അരുണിത ജയരാജൻ തലകളയുയർ വരുണിത ജയ നിങ്ങൾ ഉയർന്നിരിപ്പിൻ കഥകുകളെ നിങ്ങൾ കഥകുകളെ ആമേൻ.
പാടുവിൻ ജയ പാടുവിൻ പാടി നമ്മോട് ജീവിക്കുന്നതിന പാടി ആമേൻ ആത്മാരകിലെ ആത്മാരകിലെ തുറന്നു കല്ലറയിൽ നമ്മോട് യേശു മഹേശ്വരൻ മാത്രം ജീവിക്കുന്നു. നമ്മുടെ ഉന്നതരെ യേശു ഉയരത്തിൽ ജയ ഗീതം പാടുവിൻ ജയ ജയ ഗീതം നമ്മുടെ ഗീതം പാടി നമ്മുടെ ജീവിക്കുന്നതിന ജയ